അമ്മൂമ്മയാണെങ്കിൽ 2-3 ദിവസമായിട്ട് കണ്ട ബന്ധുക്കളെ മൊത്തം വിളിച്ച് എൻ്റെ കല്യാണം നിശ്ചയം ഏറെക്കുറെ ഉറപ്പിച്ച മട്ടാണ്. എന്തിരി കല്യാണ നിശ്ചയം നടക്കണതാണെങ്കിൽ നടക്കട്ടെ. എടാ, ഇവിടെ ഇപ്പൊ ഞാനൊരു നോ പറഞ്ഞുണ്ടല്ലോ, അമ്മുമ്മയും ഇവിടെയുള്ള എല്ലാവരും വിചാരിക്കും എനിക്ക് ഷിബുറോക്സിന് ഇഷ്ടമാണ്, ഞങ്ങൾ തമ്മിൽ പ്രണയമാണെന്നൊക്കെ. അങ്ങനെ എങ്ങനെ സംഭവിച്ചാൽ നിനക്കെന്ന് അറിയാലൂടെ എന്താ നടക്കാൻ പോണേന്ന്. അത് ശരിയാവില്ലടാ. പിന്നെ എനിക്ക് അമ്മുമ്മയും നിങ്ങളൊക്കെ തന്നെയാണ് ഏറ്റവും വലുത്. അതിനുവേണ്ടി ഇപ്പൊ ഒരു കല്യാണ നിശ്ചയം നടക്കണമെന്നാണെങ്കിൽ നടക്കട്ടെ. അവനെ ഞാനൊന്ന് കാണുന്നുണ്ട്. ഷിബുവിനെ അല്ല വേറെ ആരെ? എടാ, നീ ഇതെന്തറിഞ്ഞിട്ടാ? അല്ലെങ്കിൽ തന്നെ പുള്ളി എന്ത് ചെയ്തെന്നാ? പുള്ളി ഒരു പാവം. പുള്ളിക്ക് എൻ്റെ അടുത്തൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. ആളാ കാര്യം വളരെ ആത്മാർത്ഥമായിട്ടും മാന്യമായിട്ടും എൻ്റെ അടുത്ത് ഒന്നങ്ങ് പറഞ്ഞു. ഇവിടെ തെറ്റെന്റെ ഭാഗത്തല്ലേ? ഞാനല്ലേ എനിക്ക് ഇഷ്ടമല്ല എന്ന് മുഖത്ത് നോക്കി പറയാണ്ടിരുന്നത്. പുള്ളി ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എന്താണ്? അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? നിങ്ങളെല്ലാവരും എന്തിനാ കിടന്ന് വിഷമിക്കുന്ന? വെറുതെ നിങ്ങളെല്ലാവരും സന്തോഷിക്കല്ലേ ചെയ്യണ്ടേ? ഇതിപ്പോ നോക്കിക്കേ ചേച്ചി, ഇന്ന് കഴിഞ്ഞ് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ രാവിലെ എന്റെ നിശ്ചയമല്ലേ? അതില് ഞാൻ ഹാപ്പി ആണല്ലോ. അപ്പൊ നിങ്ങൾ എന്റെ കൂടെ ഹാപ്പി ആയിരിക്കണ്ടേ? പാറുമോളെ ചിരിച്ചേ. നീ പാറു ചിരിക്കേ. ഷിബുറോക്സ് അവൻ ഒറ്റൊരുത്തനാണ് എല്ലാ പ്രശ്നത്തിനും കാരണം. കള്ളപ്പന്നി. ചേച്ചി, അവനെ വിടരുത്. പാറു ചേച്ചി, രണ്ടുപേരും കേൾക്കാൻ വേണ്ടി ഞാൻ പറയുക. അയാൾ എന്ത് ചെയ്തെന്നാ? അയാളോട് ഒന്നും ചെയ്തിട്ടില്ല. അങ്ങേര് പാവം പുള്ളിയുടെ ഇഷ്ടം എന്നെന്ന് അറിയിച്ചു. ഇവിടെ അമ്മുമ്മയാണല്ലോ ഞാൻ പറയുന്നൊന്നും വിശ്വസിക്കാണ്ടിരുന്നത്. കുഴപ്പമില്ല, എനിക്കതില് പ്രശ്നമൊന്നുമില്ല. എല്ലാം ഒരു പക്ഷെ നല്ലതിനായിരിക്കും. അതങ്ങനെ നടക്കട്ടെ. சிவா, இந்த என்கேஜ்மெண்ட்ல உனக்கு விருப்பமே இல்லைன்னு எங்களுக்கு எல்லாமே தெரியும். ஆனாலும் நீ ஓகே சொன்னனால தானே இந்த என்கேஜ்மெண்ட் எல்லாம் அம்மா ரெடி பண்ணாங்க. എന്താണ് ലച്ചു? എന്താണ് എല്ലാരും മരണ വീട്ടിരിക്കണ പോലെ ഇരിക്കണം? എൻഗേജ്മെന്റിന്റെ കാര്യമാണെങ്കിൽ അതില് പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ പറഞ്ഞല്ലേ ഓൾറെഡി. എന്തൊക്കെ പറഞ്ഞാലും ശിവയ്ക്ക് നല്ല വിഷമമുണ്ട്. അങ്ങനെ പറഞ്ഞാൽ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ആ ശിവമായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് തെളിയിക്കാൻ വേണ്ടി ഇവള് തന്നെയല്ലേ എൻഗേജ്മെന്റിന് സമ്മതം മൂളിയത്. ഇവളുടെ എൻഗേജ്മെന്റ് മറ്റന്നാ കഴിഞ്ഞ ഞാൻ പോവുട്ടോ. ആ പൊക്കോ, അല്ലെങ്കിൽ എൻഗേജ്മെന്റ് കഴിഞ്ഞാൽ എല്ലാരും അങ്ങ് പോവല്ലോ. ഞാൻ എന്താ പറഞ്ഞു വരണേച്ചാ, നീ എനിക്കൊരു 50,000 തരാനുണ്ട് ഇപ്പൊ മൊത്തം. എന്റെയും കല്യാണമൊക്കെ അടുത്ത് വരികയാണ്. അപ്പൊ ഞാൻ പോകുമ്പോ അതുകൂടെ തന്നുവച്ചാ. ഏത് 50,000? നമ്മുടെ ഡേ കെയറിന്റെ. 50,000 അല്ല, നല്ല അടിയാണ് തരാനുള്ളത്. ഡേ കെയറും തുടങ്ങി വെച്ച് അവള് പാലക്കാട് പട്ടാമ്പയെന്ന് പറഞ്ഞ് നടക്കാണ്. ഇവിടെ ബന്ധുക്കളുടെ ഇടയിൽ ഒരു കല്യാണം അല്ലെങ്കിൽ ഒരു മരണം വന്നു കഴിഞ്ഞാൽ ഉടനെ സാരിയും ചുറ്റിക്കൊണ്ട് അങ്ങ് പൊക്കോളും. ഇവിടെ തന്നെ നോക്ക്, എത്ര ദിവസം ഇവിടെ വന്നിട്ട്. കഷ്ടം തന്നെടേ. അപ്പൊ നീ എന്താ പറഞ്ഞു വരുന്നേ? എന്റെ പൈസയോ? പൈസ നീ എന്നെ ഡേ കെയർ നടത്തിയത് നീ തന്നെ ഉണ്ടായിക്കും. ഇനി നീ തന്നെ ഇവിടുത്തെ മാനേജറും പ്രിൻസിപ്പളും വൈസ് പ്രിൻസിപ്പളും ടീച്ചറും എല്ലാം നീ തന്നെ. ഗൗരി, ആനക്കാര്യം പറയുമ്പോഴേ ചേനക്കാര്യം പറയുന്നേ. ഇവിടെ ഒരു എൻഗേജ്മെന്റ് നടക്കാൻ പോവാ. അത് തന്നെ, ആ വല്ല ബോധം നിനക്കുണ്ടോ? എപ്പോഴും പൈസ പൈസ പൈസ. കഷ്ടം തന്നെടേ. ആനല്ല ചേന. ഇറങ്ങി പൊക്കോളെല്ലാം കൂടെ. അല്ല, എന്റെ ക്ഷമേനെ പരീക്ഷിക്കരുത് കേട്ടാ. ഇവിടെ ഒരു എട്ടും പൊട്ടും தெரியாത്തൊരു കൊച്ചിന്റെ എൻഗേജ്മെന്റ് അടക്കാൻ പോവാ. അതിന്റെ ഇടയിലാണ് ഡേ കെയറും അതും ഇതൊക്കെ. സോറി, ഞാൻ പൊക്കോളാം. ഒന്ന് ടീച്ചറെ, ഞാൻ ടീച്ചറിനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞ പിള്ളേരോടാണ്. വായല്ലോ നമുക്ക് മക്കളെ പാറു, നീ അവിടെ ഇരുന്നേ.
എന്തൊക്കെ പറഞ്ഞാലും എനിക്കൊരു കാര്യം പറയാതിരിക്കാൻ വയ്യ. എന്റെ അമ്മായിയമ്മയോട് പറഞ്ഞല്ല, പക്ഷെ ഇതുപോലൊരു അഹങ്കാരം പിടിച്ച അഹങ്കാരം എന്ന് പറയുമ്പം മനുഷ്യന്മാർക്ക് എല്ലാവർക്കും അഹങ്കാരം ഉണ്ടല്ലോ. പക്ഷെ അഹങ്കാരം അത്ര നല്ല അല്ല, അല്ലേ? അല്ലേ?